ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പാചക ഐഡിയാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ചേമ്പിട്ട് വെച്ച മത്തിക്കറിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയേക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഈ മത്തിക്കറി ഉണ്ടാക്കാനുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 1/2 കിലോ മത്തി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക്, ഒരു 10 ചുവന്നുള്ളി, അതൊക്കെ നന്നാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 കിലോ ചേമ്പ് ഞാൻ ഇവിടെ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഒരു ഏകദേശം ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്താൽ മതി, വളരെ ചെറുതാക്കണ്ട. ഒരു 3 തണ്ട് വേപ്പില, ഒരു 2 കുടപ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അരമുറി തേങ്ങ ഈ മിക്സിയിലിട്ട് അരച്ച് അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ മത്തി ഇതേപോലെ ചെറുതാക്കി ഒന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ. അതായത് ഇതിലേക്ക് നമുക്ക് ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് മീൻ ചട്ടി അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്കിനി വെളിച്ചെണ്ണ ഒരു 3-4 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ഒക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ചുവന്നുള്ളി അരിഞ്ഞതും ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കുക. നല്ലപോലെ ഒന്ന് മുരിഞ്ഞു വരണം. ഇതിലേക്കൊരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ ഇളക്കിയെടുക്കുക. ഉള്ളി, ഇഞ്ചിയും പച്ചമുളകൊക്കെ നല്ലപോലെ ഒന്ന് വാടി വരണം. ഉള്ളിയും ഇഞ്ചിയൊക്കെ നല്ലപോലെ വാടിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കുക. ആ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നത് വരെ നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കുക. പുതുതായി ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ നിൽക്കരുത്, തുടക്കത്തിൽ തന്നെ ലൈക്ക് ചെയ്തേക്കുക. അവസാനം ആകുമ്പോൾ മറന്നു പോകും. അതുകൊണ്ടാണ് ഈ വീഡിയോ തുടക്കത്തിൽ തന്നെ ലൈക്ക് ചെയ്യാൻ പറയുന്നത്. ഇപ്പോൾ നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ചാറ് എന്തോരം വേണമെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ചേമ്പ് റെഡിയാക്കി വെച്ചത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ചേമ്പ് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ചേമ്പ് ഇപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഈ മീൻ ഓരോന്നോരോന്നായി വെച്ച് കൊടുക്കാം. ചേമ്പ് വെന്തതിന് ശേഷമാണ് മീൻ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ മീൻ ഉടഞ്ഞു പോകും. ഇനി നമുക്കിതിലേക്ക് കുടപ്പുളി നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കുക. അരപ്പ് ഒഴിച്ചതിന് ശേഷം ആ പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് മീൻ വേവുന്നത് വരെ തിളപ്പിക്കുക. ഇതിലേക്ക് നമുക്കൊരു അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. മീൻ ഇട്ടതിന് ശേഷം നമ്മൾ കയ്യിൽ കൊണ്ട് ഇളക്കരുത്, നമ്മൾ ഇതേപോലെ ചുറ്റിച്ചെടുക്കാനേ പാടുള്ളൂ. ഇനി നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഇനി നമ്മളിത്
തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ അത് വേവിക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ തീ കൂട്ടിയിട്ട് വേവിച്ചാൽ ഈ പെട്ടെന്ന് വെള്ളം വറ്റിപ്പോവുകയും ചെയ്യും, മീൻ വേവുകയില്ല. അതുപോലെ തന്നെ മീനിലുള്ള നെയ്യ് പെട്ടെന്ന് ഇറങ്ങി വരണമെങ്കിൽ ചെറു തീയിൽ വേണം ഇത് വേവിക്കാനായിട്ട്. അപ്പോഴാണ് നല്ലപോലെ കളറായി വരുള്ളൂ. ഇപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ചേമ്പ് ഇട്ട് വെച്ച മീൻകറി നല്ല കിടു ആയിട്ടുണ്ട്. നല്ല അടിപൊളി മീൻകറി. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ പാചക ഐഡിയാസിൻ്റെ ഈ ചേമ്പിട്ട് വെച്ച മത്തിക്കറി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബായ്.